ഹലോ ഗൈസ്, കോഡ് ബാൻ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂസർ രജിസ്ട്രേഷനാണ്. അതായത് ജാങ്കോയിലെ യൂസർ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ സൈനപ്പ് എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നേരെ കണ്ടന്റിലേക്ക്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ഇതിന് മുമ്പ് ഒരു ജാങ്കോയിലെ യൂസറിൻ്റെ ലോഗ് ഔട്ടിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം നിങ്ങൾ ആ ഒരു വീഡിയോ വാച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ട് നിങ്ങളതൊന്ന് വാച്ച് ചെയ്യാം. അത് നമ്മൾ ചെയ്തിട്ടുള്ളത് വളരെ മിനിമൽ ലൈൻസ് ഓഫ് കോഡ്, അതായത് തീരെ നമ്മൾ ലോജിക്ക് ചെയ്യാതെ കോഡ് ചെയ്യാതെ ബിൽറ്റിനായിട്ട് ജാങ്കോൻ്റെ ഓതൻറ്റിക്കേഷൻ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ലോഗിനും ലോഗൗട്ടിൻ്റെ ഒരു കോൺസെപ്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങളത് എന്തായാലും മസ്റ്റായിട്ടൊന്ന് വാച്ച് ചെയ്യേണ്ടതാണ്. അപ്പം ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഒന്ന് വാച്ച് ചെയ്യാം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് സൈനപ്പാണ്, അതായത് യൂസറിൻ്റെ രജിസ്ട്രേഷൻ. അപ്പം അതും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഡിഫോൾട്ട് ഓതൻറ്റിക്കേഷൻ സിസ്റ്റം യൂസ് ചെയ്തിട്ട് തന്നെ സിമ്പിളായിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളത് ഒരു പുതിയ ജാങ്കോ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ വിർച്വൽ എൻവറോൺമെൻ്റ് ഒക്കെ ആക്ടിവേറ്റഡ് ആണ്. അതുപോലെ തന്നെ ഞാനൊരു അക്കൗണ്ട്സ് എന്നുള്ളൊരു ഫോൾഡർ, ഒരു ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ഒരു സ്റ്റാൻഡേർഡാണ്, അതായത് നമ്മൾ യൂസർ ലോഗിന് രജിസ്ട്രേഷൻ എല്ലാ കാര്യങ്ങളും അതിൻ്റെയൊക്കെ ലോജിക്ക് ഒരു പെർട്ടിക്കുലർ ആപ്ലിക്കേഷനിൽ നമ്മൾ ചെയ്യാറാണ് പതിവ്. അപ്പോൾ നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഇതുപോലെ അക്കൗണ്ട്സ് എന്നുള്ള ഒരു പേരും കൊടുക്കാറുണ്ട്. അതൊക്കെ ഒരു കൺവെൻഷനാണ്, അതുപോലെ ചെയ്യണമെന്നില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ അതിന് ആ ഒരു ലോജിക്കൊക്കെ കീപ്പ് ചെയ്യാനായിട്ട് ഞാനൊരു അക്കൗണ്ട്സ് എന്നുള്ള ആപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഒരു ആപ്പ് ഞാനിവിടെ ഇൻസ്റ്റാൾഡ് ആപ്പ് സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ലോഗൗട്ടിൽ കണ്ടത് ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം. അതായത് അതിൽ നമുക്ക് ഓൾറെഡി ബിൽറ്റ് ഇൻ ടു ജാങ്കോ നമുക്ക് ഒരുപാട് പാത്തുകൾ, അതായത് ഓതൻറ്റിക്കേഷൻ്റെ എല്ലാ URLസും അവൈലബിൾ ആണ്. നമുക്ക് ജസ്റ്റ് അതൊന്ന് യൂസ് ചെയ്താൽ മതിയായിരുന്നു, ഒന്ന് ഇൻക്ലൂഡ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ബാക്കി എല്ലാ ഫംഗ്ഷനാലിറ്റീസും അതിൻ്റെ വ്യൂസും ലോജിക്കും എല്ലാം ഓൾറെഡി ബിൽറ്റ് ഇൻ ആണ്. പക്ഷേ രജിസ്ട്രേഷൻ അതിലുണ്ടായിരുന്നില്ല. അത് ജാങ്കോയിലെ രജിസ്ട്രേഷൻ്റെ ആ ഒരു അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. ആ ഒരു പാത്തിൽ അതില്ല. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു യൂസർ ക്രിയേഷൻ ഫോം എന്നുള്ളൊരു ഫോം ജാങ്കോ ബിൽറ്റിനായിട്ട് നമുക്ക് തരുന്നുണ്ട്. യൂസറെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് യൂസർ ക്രിയേഷൻ ഫോം എന്നുള്ളൊരു ഫോമാണ് തരുന്നത്. അല്ലാതെ നമുക്ക് വ്യൂവോ ഒരു അതിൻ്റെ കറസ്പോണ്ടിങ് ആ URL വ്യൂ ഒന്നും നമുക്ക് തരുന്നില്ല. അപ്പോൾ ബിൽറ്റിനായിട്ടുള്ള നമ്മൾ യൂസർ ക്രിയേഷൻ ഫോം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ബേസിക് URLs ഒക്കെ സെറ്റപ്പ് ചെയ്യാം. അപ്പം urls.py നമ്മൾ ആദ്യം എന്ത് ചെയ്തു, നമ്മൾ പാത്ത് അക്കൗണ്ട്സ് എന്നുള്ള പാത്ത് വന്നാൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, ഇൻക്ലൂഡ് ചെയ്യാൻ പോകണം നമ്മളെ അക്കൗണ്ട്സ് എന്നുള്ള ആപ്പിലെ URLസിനെ. ഓക്കെ, അപ്പം ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്തു. ഇതും ഒരു സ്റ്റാൻഡേർഡ് ആണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു അക്കൗണ്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ ഉപയോഗിക്കാതിരിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പാത്ത് ഇപ്പം ഈ ഒരു പാത്ത് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ 127. അതായത് ആ ലോക്കൽ ഹോസ്റ്റ് /accounts/register എങ്ങനെ പോയാലാണ് രജിസ്ട്രേഷൻ പേജ് കാണിക്കുക, ആ ഒരു രീതിയിലാണ് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് empty ആക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ലോക്കൽ ഹോസ്റ്റ് /register ആ രീതിയിലാക്കാം. അത് നിങ്ങളെ ഒരു ഇതാണ്, ലോജിക്കാണ്. ഞാൻ ബേസിക്കായിട്ട് ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ account/registerലേക്ക് പോയാൽ നമ്മൾ ആ രജിസ്ട്രേഷൻ പേജ് കാണിക്കുകയാണ് ചെയ്യുക. അപ്പം നമ്മൾ അക്കൗണ്ട്സിലെ URLs എന്നുള്ള ഫയലില്ല. അപ്പം ഞാൻ ജസ്റ്റ് അക്കൗണ്ട്സിൽ urls.py എന്നുള്ളൊരു ഫയൽ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ ഒരു പാത്ത് സെറ്റ് ചെയ്യണം, അതായത് ആ രജിസ്റ്റർ എന്നുള്ള പാത്ത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ പാത്ത് ഇമ്പോർട്ട് ചെയ്യണം. django.urls ഇമ്പോർട്ട് നമ്മൾ പാത്ത് ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, URL പാറ്റേൺസ് സെറ്റ് ചെയ്യാൻ പോവാണ്. URL പാറ്റേൺസ് = നമ്മളെ പാത്ത് ഞാൻ പറഞ്ഞു രജിസ്റ്റർ എന്നുള്ള പാത്താണ്. അപ്പം രജിസ്റ്റർ എന്നുള്ള പാത്ത് ദെൻ അത് വന്നാൽ നമ്മൾ ഒരു വ്യൂസിൽ ഞാൻ ഫങ്ഷൻ ബേസ്ഡ് വ്യൂസാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു സെയിം കോൺസെപ്റ്റ്, ഈ ഒരു യൂസർ ക്രിയേഷൻ ക്ലാസ് ബേസ്ഡ് വ്യൂസ് കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരൊറ്റ ലൈനിൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഈ ഒരു സിംഗിൾ ലൈനിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ലോജിക്കും തീർക്കാം. പക്ഷേ നമ്മൾ ക്ലാസ് ബേസ്ഡ് വ്യൂസ് അപ്പം പലർക്കും ബിഗിനേഴ്സിനൊന്നും അതിൻ്റെ ഒരു എങ്ങനെയാണ് വർക്കിംഗ് എന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഫംഗ്ഷൻ ബേസ്ഡ് വ്യൂസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ഫംഗ്ഷൻ ബേസ്ഡ് വ്യൂസിൽ ഞാനിപ്പം രജിസ്റ്റർ വ്യൂ എന്നുള്ളൊരു ഫംഗ്ഷൻ അവിടെ ഉണ്ടാക്കും. അപ്പം അതുപോലെ തന്നെ അവിടെ ഒരു ഓപ്ഷണൽ നെയിം ആർഗ്യുമെൻറ്റ് കൊടുക്കുന്നുണ്ട്. നെയിം ഞാൻ രജിസ്റ്റർ എന്ന് കൊടുത്തു. ദെൻ നമ്മൾ ഈ ഒരു വ്യൂസ് ഇവിടെ ഇമ്പോർട്ട് ചെയ്തു ഫ്രം .import views. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ വ്യൂസിൽ ആ രജിസ്റ്റർ വ്യൂ എന്നുള്ള ഫംഗ്ഷൻ ഉണ്ടാക്കാൻ പോകണം. അപ്പം def രജിസ്റ്റർ വ്യൂ ദെൻ നമ്മൾ ചെയ്യുന്നത്
അതിൽ ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എപ്പോഴും റിക്വസ്റ്റ് ആയിരിക്കും. ദെൻ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗെറ്റ് റിക്വസ്റ്റ്, അതായത് ഒരാൾ ബ്രൗസർ എടുത്തിട്ട് ഈ ലോക്കൽ ഹോസ്റ്റ് /account/register എന്ന് ബ്രൗസറിൽ എൻ്റർ ചെയ്യുമ്പോൾ ഗെറ്റ് റിക്വസ്റ്റ് ആണ്. അപ്പോൾ ആ ഗെറ്റ് റിക്വസ്റ്റിൽ നമ്മൾ കാണിക്കേണ്ടത് എന്താണ്, രജിസ്ട്രേഷൻ്റെ ആ ഒരു ഫോം കാണിക്കണം. അതിൽ സബ്മിറ്റ് ചെയ്യാനുള്ള ആ ഇൻപുട്ട് ഫീൽഡും കാര്യങ്ങളൊക്കെ കാണിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് സബ്മിറ്റ് ബട്ടൺ അടിക്കുമ്പം ഒരു പോസ്റ്റ് റിക്വസ്റ്റ് വരും. അവിടെ ആയിരിക്കും നമ്മളിവിടെ പോസ്റ്റ് ആണെങ്കിൽ നമ്മൾ ആ ഫോം വാലിഡ് ആണോ നോക്കും, സേവ് ചെയ്യും. ആ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞു, ജാങ്കോയിൽ ബിൽറ്റിനായിട്ട് യൂസർ ക്രിയേഷൻ ഫോം ഉണ്ട്. യൂസർ ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ ലോജിക്കും അതിൽ റിട്ടേൺ ആണെന്ന് വെച്ചാൽ നമ്മൾ പാസ്വേഡ് കൺഫർമേഷൻ, പാസ്വേഡ് 1 പാസ്വേഡ് 2 മാച്ച് ഉണ്ടോ, അതുപോലെ പാസ്വേഡിന് കുറച്ച് വാലിഡേഷൻസ് ഉണ്ട്, 8 ക്യാരക്ടേഴ്സ് വേണം, അതുപോലെ കോമൺ പാസ്വേഡ് ആകാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് വാലിഡേഷൻസ് ഉണ്ട്. അതേപോലെ യൂസർ നെയിം യൂണീക്ക് ആണോ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും യൂസർ ക്രിയേഷൻ ഫോമിൽ ആ വാലിഡേഷൻസ് ഒക്കെ ബിൽറ്റിനാണ്. അപ്പം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് അതാണ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ യൂസർ ക്രിയേഷൻ ഫോം എന്നുള്ളൊരു ഫോം ബിൽറ്റ് ഇൻ ടു ജാങ്കോയാണ്. അപ്പം നമ്മളത് ഒരു ഫോം എന്നുള്ള വേരിയബിളിലേക്ക് അതിൻ്റെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാക്കി നമ്മളത് ഇമ്പോർട്ട് ചെയ്യണം അതിന് മുമ്പ്. അപ്പം മുകളിൽ ഞാനത് ഇമ്പോർട്ട് ചെയ്തു. ഇനി ഞാൻ ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് എന്താണ് ഇപ്പോൾ ഈ ഫോമിലുള്ള കാര്യങ്ങളെന്ന് കാണിച്ചു തരികയാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് അതിന് മുമ്പ് ഞാൻ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ എല്ലാ ഫയൽസും മൈഗ്രേറ്റഡ് ആണ്. അപ്പം നിങ്ങൾ ആദ്യം മൈഗ്രേറ്റ് ചെയ്യണം. python-manage.py മൈഗ്രേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ സെർവർ ഒന്ന് റൺ ചെയ്യുക. അപ്പം അതിന് മുമ്പ് നമ്മൾ സൂപ്പർ യൂസർ ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് അഡ്മിൻ പാനൽ വഴി നമുക്ക് ഇത് ക്രിയേറ്റ് ആയോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ. അപ്പോൾ ജസ്റ്റ് ഞാൻ ആദ്യം തന്നെ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഒരു പാസ്വേഡും യൂസർ നെയിമും കൊടുത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകണം, എൻ്റെ സെർവർ റൺ ചെയ്യാൻ പോകണം. അപ്പോൾ എന്താണ് ആക്ച്വലി ഈ യൂസർ ക്രിയേഷൻ ഫോമിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഫീൽഡുകൾ എന്നറിയാനായിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്, പ്രിൻറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പം നമ്മൾ പോകേണ്ടത് നമ്മൾ URL പോയി, എന്നിട്ട് നമ്മൾ പോകേണ്ടത് /accounts/register ഈ ഒരു URL പോയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ എറർ വരും, കാരണം HTTP റെസ്പോൺസ് റിട്ടേൺ ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ഇവിടെ പ്രിൻറ്റ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്ക് കാണാം ആ ഫോം പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫീൽഡുകളുള്ളത് എന്തൊക്കെയാ വെച്ചാൽ യൂസർ നെയിം ഉണ്ട്, പാസ്വേഡ് ഉണ്ട്, അതുപോലെ പാസ്വേഡ് കൺഫർമേഷൻ ഉണ്ട്. 3 ഫീൽഡുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ഡൗട്ട്സുകൾ വരും. നമ്മൾ ഇമെയിൽ ഫീൽഡ് ഉണ്ട്, അത് കൊടുക്കണ്ടേ, അതുപോലെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഈ ഫീൽഡുകളൊന്നും ഇതിലില്ലല്ലോ, അപ്പോൾ അതെങ്ങനെ കൊടുക്കുക എന്നുള്ളത്. അത് നമ്മൾ ഈ ഒരു ലോജിക്ക് കഴിഞ്ഞതിന് തൊട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഫോമിനെ നമ്മൾ മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ ആ ഫീൽഡും കൂടി ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ലോജിക്ക് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ഈ ഒരു ഫോം വെച്ചിട്ടാണ്. അപ്പം നമ്മൾ ഫോം ഇൻസ്റ്റാൻഷിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആ ഒരു HTML പേജ് റെൻഡർ ചെയ്യണം. ഇപ്പോൾ ഗെറ്റ് റിക്വസ്റ്റ് നമ്മൾ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോവാണ്. ആദ്യം ഞാൻ ഇതിങ്ങനെ ചെയ്ത് നോക്കാം. അതായത് നമ്മൾ റിക്വസ്റ്റ് റെൻഡർ ചെയ്യാൻ പോകണം, നമ്മൾ HTML ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കാൻ പോകണം. അപ്പം നമ്മൾ ടെംപ്ലേറ്റ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ അക്കൗണ്ട്സ് എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിൽ ഞാൻ പുതിയൊരു ടെംപ്ലേറ്റ്സ് എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു അക്കൗണ്ട്സ് എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യാൻ പോകണം, register.html എന്നുള്ളൊരു HTML ഫയൽ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ അതിൽ ബേസിക്കായിട്ട് ഞാനൊരു ബോയിലർ പ്ലേറ്റ് ഉണ്ടാക്കി അവിടെ. എന്നിട്ട് ഞാൻ ടൈറ്റിൽ രജിസ്റ്റർ എന്ന് കൊടുത്തു. അതുപോലെ ഈ ബോഡിയിൽ നമ്മളിപ്പം ജസ്റ്റ് വെറും ആ ഒരു ഫോം മാത്രമേ നമുക്ക് വേണ്ടുള്ളൂ. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒരു ഫോം ടാഗ് ഇട്ടു. ആക്ഷൻ നമുക്ക് വേണ്ട, കാരണം നമ്മൾ ആക്ഷൻ സെയിം പേജിലേക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ മെത്തേഡ് പോസ്റ്റാണ്. അതുപോലെ പോസ്റ്റ് ആണെങ്കിൽ CSRF ടോക്കൺ മസ്റ്റാണ്. ദെൻ നമ്മളെ ഫോം നമ്മളവിടുന്ന് ഫോം പാസ് ചെയ്യും. ആ ഫോം ഇവിടെ നമ്മൾ റെൻഡർ ചെയ്യും. അതുപോലെ നമ്മളിവിടെ സബ്മിറ്റ് ബട്ടണും കൂടി ഇവിടെ ചെയ്യും. ഓക്കെ, അതിന് വാല്യൂ നമ്മൾ രജിസ്റ്റർ എന്ന് കൊടുത്തു. അപ്പോൾ ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ വ്യൂസിലേക്ക് വന്നു. ഇനി നമ്മൾ ആ ഒരു ടെംപ്ലേറ്റാണ് എന്ത് ചെയ്യുന്നത്, റെൻഡർ ചെയ്യാൻ പോകുന്നത്. അപ്പം ടെംപ്ലേറ്റ് കിടക്കുന്ന അക്കൗണ്ട്സിൽ നമ്മൾ register.html. ഇനി അതിലേക്ക് നമ്മൾ എന്തുകൂടി കൊടുക്കണം, നമ്മളെ യൂസർ ക്രിയേഷൻ ഫോമിൻ്റെ ഒരു ഒബ്ജക്റ്റ് കൂടി കൊടുക്കണം. അപ്പോൾ ഫോം നമ്മൾ കീ ഫോം കൊടുത്തു, വാല്യൂ ഈ ഫോമും കൊടുത്തു. ഇപ്പോൾ നമുക്ക് നമ്മൾ ഈ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഒരു ചെറിയൊരു ഫോം ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അതിൽ നമ്മൾ പറഞ്ഞ പോലെ യൂസർ നെയിം ഫീൽഡ് ഉണ്ട്, പാസ്വേഡ് ഫീൽഡ് ഉണ്ട്, പാസ്വേഡ് കൺഫർമേഷൻ ഫീൽഡ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റൈലിങ്ങിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നില്ല, അതൊരു സെപ്പറേറ്റ് ഇതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജാങ്കോ ക്രിസ്പി ഫോംസ് ഉപയോഗിക്കാം. അതുപോലെ നിങ്ങൾക്ക് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് മാനുവലായിട്ട് സ്റ്റൈൽ ചെയ്യാം. അത് നിങ്ങളൊരു ഇതാണ്, ആ ഒരു ലോജിക്ക് നിങ്ങൾ ചെയ്യാം. അതുപോലെ നമ്മളിപ്പം ഇതിനെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യിപ്പിക്കാനായിട്ട് നമ്മളെ ഈ ഫോമിനെ പാരഗ്രാഫായിട്ട് റെൻഡർ ചെയ്യാം. .asp എന്ന് കൊടുത്ത പാരഗ്രാഫായിട്ട് ഒന്നുകൂടി ക്ലിയർ ആയിട്ട് അടിയിലായിട്ട് വരും. ഓക്കെ, അപ്പം നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇപ്പം നമ്മളെ ഫോമൊക്കെ റെഡിയാണ്. ഇനി നമ്മൾ ആ ഒരു ലോജിക്ക് എഴുതാൻ പോകണം. അതായത് നമ്മൾ ഈ ഒരു യൂസർ വന്നിട്ട് യൂസർ നെയിമും പാസ്വേഡൊക്കെ അടിച്ച് രജിസ്റ്റർ അടിക്കുമ്പോൾ സംഭവിക്കേണ്ട എന്താണെന്നുള്ള ലോജിക്ക്. രജിസ്റ്റർ അടിക്കുമ്പോൾ പോസ്റ്റ് റിക്വസ്റ്റ് ആണ് ഉണ്ടാകുന്നത്. നമ്മളിവിടെ അതിനെ ട്രാപ്പ് ചെയ്യുന്നു. നമ്മൾ റിക്വസ്റ്റ് മെത്തേഡ് പോസ്റ്റ് ആണെങ്കിൽ
നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, നമ്മൾ ആ ഒരു ഫോം നമ്മൾ ഉണ്ടാക്കിയ ഫോമിനെ ഒന്നുകൂടി റീറൈറ്റ് ചെയ്യാൻ പോകണം, യൂസർ ക്രിയേഷൻ ഫോം. പക്ഷേ നമ്മൾ ഇപ്രാവശ്യം എന്തും കൂടി ഉണ്ടാവും, നമ്മൾ യൂസർ അടിച്ച ഡാറ്റയും കൂടി ഉണ്ടാവും. അപ്പോൾ അതൊരു പോസ്റ്റ് റിക്വസ്റ്റ് ആണ്. റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റിൽ എന്തുണ്ടാവും, ആ ഡാറ്റ ഉണ്ടാവും. അത് നമ്മൾ ഈ യൂസർ ക്രിയേഷൻ ഫോമിലേക്ക് ഡാറ്റ ആയിട്ട് പാസ് ചെയ്യുന്നു. ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പം നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഈ ഫോം വാലിഡ് ആണോ നോക്കും. ഇപ്പോൾ ഈ ഫോം വാലിഡ് ആണോ എന്ന് നമ്മൾ ഈ ഫോം ഡോട്ട് ഈസ് വാലിഡ് എന്ന് വിളിക്കുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ പാസ്വേഡ് 2 ഒരേപോലെയാണോ, അതുപോലെ ഈ പാസ്വേഡ് കോമൺ ആണോ അല്ലേ, യൂസർ നെയിം ഉണ്ടോ ഇല്ലേ, എല്ലാ വാലിഡേഷൻസും ഓട്ടോമാറ്റിക്കായിട്ട് അവർ ചെയ്യും. അതൊക്കെ ഈ ഫോമിൽ ബിൽറ്റ് ഇൻ ആണ്. അപ്പോൾ ആ വാലിഡേഷൻസ് ഒന്നും നമ്മൾ ചെയ്യേണ്ട. നമ്മൾ ഫോം വാലിഡ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഫോം ഡോട്ട് സേവ് എന്ന് വെച്ചാൽ ആ ഒരു പുതിയൊരു യൂസറെ ക്രിയേറ്റ് ആവും, അത്രേ ഉള്ളൂ. ഇനി നമ്മൾ യൂസറെ ക്രിയേറ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ നമ്മൾ റീഡയറക്റ്റ് ചെയ്യണം. നമ്മൾ ആ സെയിം പേജിലേക്ക് തന്നെ, രജിസ്റ്റർ പേജിലേക്ക്, നമുക്ക് വേറെ പേജൊന്നുമില്ല, അപ്പോൾ അവിടേക്ക് തന്നെ നമ്മൾ റീഡയറക്റ്റ് ചെയ്യണം. അപ്പം ഞാനിവിടെ റിവേഴ്സ് ഉപയോഗിക്കുക, അതായത് നമ്മൾ നെയിം കൊടുത്തിട്ടുണ്ട് രജിസ്റ്റർ. അപ്പം നമ്മൾ ആ ഒരു നെയിമിനെ റിവേഴ്സ് ചെയ്യണം ഇവിടെ. ഓക്കെ, റിവേഴ്സ് ദെൻ നമ്മളെ നെയിം രജിസ്റ്റർ. ഇനി ഇത് രണ്ടും ഇമ്പോർട്ട് ചെയ്തു, ഇവിടെ ഇത് ഇമ്പോർട്ട് ചെയ്തു, അതുപോലെ ഇതും ഞാനിവിടെ എന്ത് ചെയ്തു, ഇമ്പോർട്ട് ചെയ്തു. ഇപ്പം എന്തായി, ആ ഒരു ലോജിക്ക് കംപ്ലീറ്റ് ആയി. ഇനി നമ്മളിവിടെ വന്നിട്ട് ഞാൻ ഇവിടെ ഒരു ഫോം ഇത് സേവ് ചെയ്തതിന് ശേഷം യൂസർ ഉണ്ടാക്കിയതിന് ശേഷം ഞാനിവിടെ ജസ്റ്റ് ഒരു പ്രിൻറ്റ് മെസ്സേജ് കൊടുക്കുകയാണ്. നമുക്ക് കറക്റ്റ് അത് ആയിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം നമ്മൾ സെയിം പേജിൽ എങ്ങനെ റീഡയറക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. അപ്പോൾ രജിസ്റ്റേർഡ് എന്ന് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ തിരിച്ച് വന്ന് ഇത് റിഫ്രഷ് ചെയ്തു. ഇനി ഞാൻ പുതിയൊരു യൂസർ ഉണ്ടാക്കാൻ പോകണം. അപ്പം ഞാൻ യൂസർ എന്നുള്ള പേര് കൊടുത്തു, ദെൻ ഒരു പാസ്വേഡും കൊടുത്തു. ദെൻ ഞാൻ രജിസ്റ്റർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ഈ പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ കൺസോളിൽ കുറച്ച് താഴെ വന്ന് നിങ്ങൾക്ക് കാണാം സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ്. അപ്പോൾ രജിസ്റ്റർ ആയിട്ടുണ്ട്. ഇനി ഇത് കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ സൂപ്പർ യൂസറൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ നമ്മൾ /admin പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളുണ്ടാക്കിയ ആ ഒരു സൂപ്പർ യൂസർ നമ്മൾ ലോഗിൻ ചെയ്ത്, അപ്പോൾ നിങ്ങൾക്ക് യൂസേഴ്സ് എന്നുള്ളതിൽ നിങ്ങൾക്ക് കാണാം നമ്മൾ സൂപ്പർ യൂസർ ഇവിടെ ഉണ്ട് അഡ്മിന്, അതുപോലെ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ യൂസറും ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ലോജിക്കൊക്കെ കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ വാലിഡേഷൻസ് ഇപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് വാലിഡേഷൻസ് അവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ യൂസർ നെയിം, നമ്മൾ യൂസർ നെയിം കൊടുത്ത് യൂസർ എന്നാണ്, ഇതേ പേരുള്ള ഒരാളെ ഞാൻ വീണ്ടും ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ ഞാൻ പാസ്വേഡിൻ്റെ വാലിഡേഷൻസ് ഒപ്പം കൊടുക്കാം. അതായത് ഞാൻ 8 ക്യാരക്ടേഴ്സ് ഒന്നുമില്ല, ഞാനൊരു 5 ക്യാരക്ടേഴ്സ് ഇട്ടു, അഡ്മിൻ മാത്രം. എന്നിട്ട് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് കാണാം അവിടെ CSRF വെരിഫിക്കേഷൻ ഫീൽഡ്, അത് നമ്മൾ അപ്പുറത്ത് പാരലായിട്ട് അവിടെ ഇതാക്കുന്നതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഇതൊന്നുകൂടി റിഫ്രഷ് ചെയ്ത് ഞാൻ യൂസർ എന്ന് കൊടുത്തു, ദെൻ പാസ്വേഡ് ഞാൻ 5 ക്യാരക്ടേഴ്സ് കൊടുത്തു. രജിസ്റ്റർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം എ യൂസർ വിത്ത് ദാറ്റ് യൂസർ നെയിം ഓൾറെഡി എക്സിസ്റ്റ്. അതുപോലെ തന്നെ ദിസ് പാസ്വേഡ് ഈസ് ടു ഷോർട്ട്, ഇറ്റ് മസ്റ്റ് കണ്ടെയ്ൻ 8 ക്യാരക്ടേഴ്സ്. പാസ്വേഡ് ടു കോമൺ, ഞാൻ അഡ്മിൻ എന്നാണ് പാസ്വേഡ് അടിച്ചത്. അപ്പോൾ ഈ വാലിഡേഷൻസ് ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവർ തരുന്നതാണ്. നമ്മളിതൊന്നും മാനുവലായിട്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ രജിസ്ട്രേഷൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നിങ്ങൾക്ക് നമ്മൾ അഡ്മിൻ പാനലിലേക്ക് ഒന്നുകൂടി ഞാൻ ജസ്റ്റ് പോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് /admin പോയാൽ നിങ്ങൾക്ക് കാണാം നമ്മളെ യൂസേഴ്സിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയ യൂസറിന് ഇമെയിൽ ഫീൽഡും ഫസ്റ്റ് നെയിം ഒന്നും കൊടുത്തിട്ടില്ല. ഇമെയിൽ അഡ്രസ്സ്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം ഇതൊന്നും നമ്മൾ എവിടെ ഇല്ല, നമ്മൾ ഈ ഒരു ഫോമിലില്ല. അപ്പോൾ നമ്മൾ അതിന് വേറെ സെപ്പറേറ്റ് അത് പിന്നീട് ആഡ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ ഒരു സെയിം ഫോമിൽ തന്നെ അത് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു ലോജിക്കാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി, യൂസർ ക്രിയേഷൻ ഫോം ഓൾറെഡി ഉണ്ട്, അതിനൊന്ന് എന്ത് ചെയ്താൽ മതി, അതിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒന്ന് ഇൻഹെറിറ്റ് ചെയ്തിട്ട് നമ്മളെ ഒരു ഫീൽഡ് കൂടി ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, നമ്മൾ പുതിയൊരു നമ്മളൊരു ഫോം ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അക്കൗണ്ട്സ് എന്നുള്ള ഫോൾഡറിൽ ഞാനൊരു forms.py എന്നുള്ള ഫയൽ ഉണ്ടാക്കി. എന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ആ ഫോമിൻ്റെ ഫ്രം Django ഇമ്പോർട്ട് ഫോംസ് മൊഡ്യൂൾ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു എന്തുണ്ടാക്കാൻ പോകണം, ഫോം ഉണ്ടാക്കാൻ പോകണം. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്റ്റെൻഡ് ചെയ്യണം, യൂസർ ക്രിയേഷൻ ഫോം എക്സ്റ്റെൻഡ് ചെയ്യണം. എന്നാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ആ വാലിഡേഷൻസും ആ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ എക്സ്റ്റേണൽ ഫീൽഡ് മാത്രം കൊടുക്കും, ബാക്കിയല്ല ആ മറ്റേതിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്തോളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പേര് കസ്റ്റം യൂസർ ക്രിയേഷൻ ഫോം ഇങ്ങനെ ഒരു പേര് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ നമ്മൾ യൂസർ ക്രിയേഷൻ ഫോമിനെ എന്ത് ചെയ്യാൻ പോകണം, എക്സ്റ്റെൻഡ് ചെയ്യാൻ പോകണം. എന്നാലേ നമുക്ക് ആ ഫങ്ഷൻസൊക്കെ കിട്ടുള്ളൂ, ആ ഫങ്ഷനാലിറ്റീസൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇവിടെ ഞാൻ ഇമ്പോർട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്മളതായൊരു ക്ലാസ് മെറ്റ, ഇത് ഒരു മോഡൽ ഫോമാണ് അറ്റ് ദി എൻഡ് യൂസർ ക്രിയേഷൻ ഫോം. അപ്പം നമ്മൾ ക്ലാസ് മെറ്റയിൽ നമുക്ക് എന്ത് കൊടുത്താൽ മതി, ഏതാണോ മോഡൽ, ഏതൊക്കെ ഫീൽഡുകളാണ് വേണ്ടത് അത്രമാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ മോഡൽ ഈ യൂസർ മോഡലാണ് നമ്മൾ അറ്റ് ദി എൻഡ് നമ്മൾ യൂസർ മോഡലിലാക്കാണ് ഇതൊക്കെ സേവ് ആവുന്നത്. അപ്പോൾ ആ യൂസർ മോഡൽ നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തു. അതുപോലെ നമുക്ക് ഏതൊക്കെ ഫീൽഡുകൾ വേണം, അതാണ് അവിടെയാണ് നമ്മൾ ഇമെയിലും ഇതൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഏതൊക്കെ ഫീൽഡുകൾ വേണം, ഒരു ടപ്പിൾ കൊടുക്കുക, എന്ത് കൊടുക്കുക, നമുക്ക് യൂസർ നെയിം ഫീൽഡ് വേണം,
അതുപോലെ നമുക്ക് പാസ്വേഡ് ഫീൽഡ് വേണം. ആ പാസ്വേഡ് ഫീൽഡ് തന്നെ നമുക്ക് പാസ്വേഡും ഉണ്ട്, പാസ്വേഡ് കൺഫർമേഷനും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ പാസ്വേഡ് 1ഉം അതുപോലെ പാസ്വേഡ് 2 ഉണ്ട്. അപ്പം ഇത്രയും അടിച്ചാൽ നമുക്കിപ്പോൾ ഈ സെയിം നമ്മളിപ്പം റെൻഡർ ചെയ്ത അതുപോലത്തെ ഫോമാണ് ഇതാണ് ഇപ്പം ഡിഫോൾട്ടായിട്ടുള്ളത്. പ്ലസ് നമുക്ക് എന്തുകൂടി വേണം, നമ്മളെ ഇമെയിൽ ഫീൽഡ് വേണം, അതുപോലെ തന്നെ നമ്മളെ ഫസ്റ്റ് നെയിം ഫീൽഡ് വേണം, അതുപോലെ ലാസ്റ്റ് നെയിം ഫീൽഡും വേണം. ഇതൊക്കെ വേണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇത്രയും അടിച്ചു കൊടുത്താൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇനി നമ്മൾ ഈ ഒരു ഇത് റിഫ്രഷ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം നമുക്ക് കിട്ടിയില്ല. കാരണം നമുക്ക് വന്നിട്ടില്ല. കാരണം നമ്മൾ ഈ ഒരു ഫോം യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. നമ്മളെ വ്യൂസിൽ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് യൂസർ ക്രിയേഷൻ ഫോമാണ്. അപ്പോൾ നമ്മൾ അത് മാറ്റി എന്ത് ചെയ്യണം, നമ്മളുടേതായ കസ്റ്റം യൂസർ ഫോം നമ്മളിവിടെ കൊടുത്തു, കസ്റ്റം യൂസർ ക്രിയേഷൻ ഫോം. ഇനി നമ്മളിതിവിടെ ജസ്റ്റ് ഇമ്പോർട്ട് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ ഇമ്പോർട്ട് ചെയ്ത് കാണാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റിഫ്രഷ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം നമ്മളെ ഫീൽഡുകളൊക്കെ അവിടെ വന്നിട്ടുണ്ട്. ഇമെയിൽ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു പുതിയൊരു യൂസർ ഉണ്ടാക്കാൻ പോകണേ ഞാൻ. അപ്പോൾ ഒരു പാസ്വേഡ് കൊടുത്തു, ദെൻ പാസ്വേഡ് കൺഫർമേഷൻ, ദെൻ സംതിങ് ഞാൻ .com ഇട്ടു, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം സംതിങ് കൊടുത്തു, ദെൻ രജിസ്റ്റർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ റീഡയറക്റ്റായി. ഇവിടെ നിങ്ങൾക്ക് കാണാം സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് ആണ്. അതുപോലെ നിങ്ങൾക്ക് നമ്മൾ അഡ്മിൻ പാനലിൽ പോയാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ യൂസേഴ്സിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മളിപ്പോൾ ഉണ്ടാക്കിയ യൂസർ അതിനിപ്പോൾ എന്തും കൂടിയുണ്ട്, ഇമെയിൽ അഡ്രസ്സ്, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൂടി ഉണ്ട്. ഇതിന് മുകളിൽ നമ്മൾ ഉണ്ടാക്കിയതിന് അതൊന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ യൂസർ നെയിം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരാളെ രജിസ്റ്റർ ചെയ്യുന്നത്. യൂസർ നെയിമാണ് ഇവിടെ യുണീക്ക് ആയിട്ടുള്ളത്, ഇമെയിൽ ഇവിടെ യുണീക്ക് അല്ല. അപ്പോൾ അത് മാറ്റി നമ്മൾ ഇമെയിൽ രജിസ്ട്രേഷൻ ആ രീതിയിലാക്കാം. അതുപോലെ ഫോൺ നമ്പർ രജിസ്ട്രേഷൻ ആക്കാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അതുപോലെ നമ്മൾ വേറെ പിന്നെ നമ്മൾ അക്കൗണ്ട്, അതായത് നമ്മളെ യൂസർ ക്രിയേഷൻ ഫോമിൽ തന്നെ ഇപ്പം വേറെ ഫീൽഡുകൾ ആഡ് ചെയ്യുക എന്ന് വെച്ചാൽ അപ്പം ഇതിൽ ഈ യൂസർ മോഡൽ ബിൽറ്റിനായിട്ട് കുറച്ച് ഫീൽഡുകളേ ഉള്ളൂ. നമ്മളിപ്പം ഇവിടെ നമ്മൾ അഡ്മിൻ പാനൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം നമ്മളൊരു യൂസറിനെ എടുത്താൽ ഇവിടെ നമ്മളെ യൂസർ നെയിം, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, പിന്നെ ഇങ്ങനെ കുറച്ച് ഗ്രൂപ്പും പെർമിഷൻ, ലാസ്റ്റ് ലോഗിൻ, ഇങ്ങനത്തെ ഫീൽഡുകൾ മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് DOB ഫീൽഡ് ആഡ് ചെയ്യണം, അല്ലെങ്കിൽ ലൊക്കേഷൻ ഫീൽഡ് ആഡ് ചെയ്യണം. അപ്പോൾ അതൊക്കെ എങ്ങനെ ചെയ്യും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളോട് നമ്മൾ ഡിസ്കസ് ചെയ്യാണ്ട്. അപ്പം അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഫ്യൂച്ചറിലൊരു വീഡിയോ 1-2 വീഡിയോസ് അതിന് വേണ്ടി ചെയ്യും, അതെങ്ങനെ കസ്റ്റം ഓതൻറ്റിക്കേഷനൊക്കെ ചെയ്യാമെന്നുള്ളത്. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇത് കുറച്ച് ലെങ്തിയാണ്, പക്ഷേ നിങ്ങൾക്ക് നല്ല ബേസിക്, അതായത് നമ്മളെ കോൺസെപ്റ്റ് തരായിരിക്കണം എങ്ങനെയാണിത് വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും എറേഴ്സോ കമൻസോ എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലിടുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നമ്മൾ അടുത്തൊരു വീഡിയോയുമായി കാണാം.